നല്ല ചൂടിലും വെയിലത്തും ഒക്കെ വാർത്തകൾക്ക് വേണ്ടിയുള്ള അലച്ചിലിനൊടുവിൽ നല്ല ക്ഷീണം വരുമ്പോൾ പലപ്പോഴും ഒരു ചായ കുടിച്ചാൽ കൊള്ളാം എന്ന് തോന്നും. നമ്മൾ അധികവും പോകുന്നത് ഇതുപോലുള്ള തട്ടുകടയിലാണ്. മാത്തിലെത്തിയപ്പോൾ ബീവി തട്ടുകടയിലേക്ക് വന്നു. ഒരു സ്പെഷ്യൽ ചായ ഇതുവരെ കുടിക്കുന്നതിലും കുറേയും കൂടി മാധുര്യമുള്ളൊരു ചായ. അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യൽ എന്ന് നാരായണേട്ടനോട് ചോദിച്ചപ്പോൾ ഇത് 9 വർഷമായി നാരായണേട്ടനും ഭാര്യ മാധവി അമ്മയും ഇവിടെ ഈ കട തുടങ്ങിയിട്ടുണ്ട്. അന്നു മുതൽ ഇവിടെ വരുന്നവരെയൊക്കെ മക്കളെ പോലെ ചേർത്ത് നിർത്തി അവര് അതിൽ ചേർക്കുന്നത് വാത്സല്യവും സ്നേഹവും ആണെന്ന് പറഞ്ഞു കേട്ടോ. ആ വാത്സല്യവും സ്നേഹവും ചേർന്ന ചായക്ക് പിന്നെ മാധുര്യം കൂടാതിരിക്കും. അപ്പൊ നാരായണേട്ടനെ നമുക്ക് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. നമസ്കാരം. ചുവട്ട് തൊഴിലാളിയായിരുന്നു അല്ലേ? ഇപ്പൊ 9 കൊല്ലമായി ഇവിടെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ കച്ചവടം ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ പൊതുവെ കച്ചവടം കുറവല്ലേ, ഇപ്പൊ പൊതുവെ ആളും ജനങ്ങളെല്ലാം കുറവല്ലേ. അതെ, കുറവിന്റെ സമയമാണ് ഇപ്പൊ. അതെ, ഇപ്പം പൈസ ആയിട്ട് യാതൊരു ബന്ധം, ആൾക്ക് സാമ്പത്തികം കുറഞ്ഞു പോയി. അപ്പൊ അവിടെ കച്ചവടം ദേശം കുറവുണ്ട്. അത്രേ ഉള്ളൂ. ആ, ഞാൻ പറയുമായിരുന്നു ചായക്കൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അത് അമ്മയും മാധവമ്മയും അച്ഛനൊക്കെ ചേർക്കുന്ന വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആണെന്നൊക്കെ. അത് തന്നെയാണ് അതിന്റെ ഒരു മാജിക് ഇല്ലേ? മാധവി കുറെ കാലം സ്കൂളിലുണ്ടായതാ, പാചകത്തൊഴിലാളിയാണ്. ഓ, അപ്പൊ മക്കളെ നോക്കി നല്ല പരിചയമുള്ള ആളാണ്. കുട്ടികളെ നോക്കി നല്ലൊരു ശീലത്തോടെ വന്നിട്ട് ആ ഒരു ഇത് ഇപ്പോഴുണ്ട്. അപ്പൊ ഇത് വഴി ഈ മാത്തിലെ വഴി പോകുന്നവരൊക്കെ ഒന്നുകൂടെ നിർത്തി നോക്കിട്ട് പോകും. കാരണം 40 കൊല്ലത്തോളം ഞാൻ ചുമട്ടിന്റെ പണിയെടുത്തല്ലേ. അപ്പൊ അത് മുഴുവൻ ആളുകളായിട്ട് ബന്ധപ്പെടുകയും നല്ല രീതിയിൽ തന്നെ പെരുമാറി പോകുന്ന ഒരു ലൈനാണ് എന്റെ സ്വഭാവം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ നാരായണനോട് ആരല്ലോ എത്രയായിന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലും തന്നേന്നൊക്കെ പറയുന്നുണ്ട്. ഈ പൈസയുടെ കാര്യത്തില് അങ്ങനെ ഇല്ല. പൈസ ഞാൻ ചോദിക്കലേ ഇല്ല. പൈസയായിട്ട് യാതൊരു ഇതുമില്ല. ഞാൻ ചായ കുടിച്ച് പോകും, തരുന്നവരെ മേടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ തരും. ആര് പോകുമ്പോ പൈസ ഇവിടെ വന്ന് ചവിട്ടി നോക്കിയിട്ടേ പോകുള്ളൂ. ഓ, അതാണ്. അപ്പൊ എന്തൊക്കെ പലഹാരങ്ങളാണ്? പലഹാരം ബോണ്ടി ഉണ്ട്, സുഖിയനുണ്ട്, പഴംപൊരി ഉണ്ട്, പരിപ്പുവടയുണ്ട്, ഉള്ളിവടയുണ്ട്. ഇവിടെ തന്നെ അടുക്കളയിൽ ഞാൻ ഒറ്റക്കന്നെ, ആളൊന്നും പറയില്ല. പൊറോട്ടയുണ്ട്, എല്ലാം ഇടുന്നുണ്ടാവും. അതെ. അപ്പൊ നല്ല എണ്ണ, നല്ല കൈപുണ്യം. ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു മറ്റു വേറെ കൃത്രിമില്ലാത്ത സാധനം, കൃത്രിമില്ലാത്ത സാധനം ഒന്നുമില്ല. ഓക്കെ, ഒരുപാട് സന്തോഷം നാരായണേട്ടാ നമ്മളോട് സംസാരിച്ചതിനും ഈ നല്ല ചായക്കും ഒക്കെ. അതെ, നാരായണേട്ടന്റെ ഈ ഒരു കടയ മാത്തിലാണ് എന്ന് പറഞ്ഞു. മാത്തിൽ വഴി പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഈ വീവി തട്ടുകടയിൽ കയറി നോക്കണം. ചായക്ക് ഞാൻ തള്ളിയതാണോ അല്ല ഇതിന്റെ ശരിയായ രുചി എന്താണെന്ന് നിങ്ങൾക്ക് ആസ്വദിച്ചറിയാലോ. അപ്പൊ ഇനിയും കാണാം. താങ്ക് യു.